സീമോള് കാണിക്കുന്നത് കണ്ടോ, ആര്യന് കുറച്ചു നേരം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. അപ്പോഴേക്കും ഇതേ അവൾ കൈ കിട്ടിയ സാധനങ്ങളെല്ലാം എടുത്ത് വലിച്ചെറിയുക, അവളെ കൊണ്ട് പറ്റണതൊക്കെ അവൾ ചെയ്യുന്നുണ്ട്. ഇതെന്താ വെള്ളത്തിലിട്ടച്ചിരിക്കണത്? ആ വെള്ളത്തിലെന്താ ട്യൂട്ടക്സാ? ജ്യൂസൊന്നും അല്ല, അതിക്ക് ജ്യൂസ് വേണ്ട. അടി വേണം, നിനക്ക് അടി വേടാ. ക്ലാസ് കുടിക്കരുത് 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 കേട്ടാ. എൻ്റെ അടുത്തുനിന്ന് കുടിക്കാൻ വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊണ്ടേതാട്ടോ. പോയി നോക്കിയപ്പോൾ അതേ ആ വെള്ളത്തിൽ ട്യൂട്ടക്സ് എന്തൊക്കെ മുക്കി വെച്ചിട്ട് ജ്യൂസാണെന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് കളിക്കുകയാണ്. എന്നിട്ട് ആ വെള്ളം കുടിക്കാൻ നോക്കുക. അപ്പോഴേക്കും ഞാൻ വെള്ളമൊക്കെ വാങ്ങി. പിന്നെ വെള്ളമൊക്കെ അവിടെ ഹോളിലൊക്കെ കുറച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുടയ്ക്കാൻ പറഞ്ഞപ്പോൾ അവൾ എന്നെ തുണിയിട്ട് തൊടുന്നിട്ട് തുടയ്ക്കുകയാണ് കേട്ടോ. ആര് പഠിച്ചു വരിക? ആര്യനെ ഞാൻ അവിടെ പഠിക്കാതിരുത്തിയിട്ടുണ്ട്. സീമോള് അവൻ്റെ ഒപ്പം തന്നെ ഉണ്ട്. ആര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഏത് നേരവും അവൻ്റെ ഒപ്പം തന്നെയാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് ഇങ്ങനെ നടക്കും. അല്ലെങ്കിൽ അവൻ പഠിക്കുന്ന സാധനങ്ങൾ എടുത്ത് കൊണ്ടുപോവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഞാനാണെങ്കിൽ നാളെ കാലത്തേക്കുള്ള കറി എന്തെങ്കിലും വെച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് വറുക്കാൻ വേണ്ടിയിട്ട് എണ്ണയിലേക്ക് ഇട്ടപ്പോൾ അതിങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതാണ് ഇങ്ങനെ വിട്ടുന്നിട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് ഇടുന്നത്. ഉരുളക്കിഴങ്ങ് വറുത്തിട്ട് ചിക്കൻ കറി വെക്കണം പോലെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ വറുത്ത് വെക്കുമ്പോൾ വല്ലാതെ ഇങ്ങനെ വെന്ത് ഉടഞ്ഞു പോവില്ല. ചിക്കൻ കറി വെക്കണ പോലെ തന്നെയാണ് കേട്ടോ അത് വെക്കുന്നത്. പിന്നെ അതിലത്തെ മസാലകളൊക്കെ കുറച്ച് കുറവായിരിക്കും ഇടുക. ചിക്കനിലേക്ക് ഇടുന്ന അത്ര തന്നെ മസാലയൊന്നും ഇതിലിടില്ല. കാലത്ത് നാളെ ഗോതമ്പ് ദോശ അല്ലെങ്കിൽ ചപ്പാത്തി എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ കറി നല്ല നല്ല കോമ്പിനേഷൻ ആയിരിക്കും. എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ കുറച്ച് എരിവൊക്കെ കുറച്ചുണ്ടാക്കിയാൽ ആര്യനും ഇതും നന്നായിട്ട് കഴിക്കും. ഇന്ന് എന്താണെന്നറിയില്ല കേട്ടോ, കാറ്റ് വീശുന്നതിനനുസരിച്ചിട്ട് ഈ കറണ്ടും ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പോയാൽ അപ്പം തന്നെ വരും, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇതേ റൂമിൽ വന്നപ്പോൾ സീമോൾ ഉച്ചയ്ക്ക് ഉറങ്ങുന്ന സമയത്ത് മൂത്രമൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ബെഡ്ഷീറ്റ് തിരുമ്പാൻ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ വേറെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിക്കാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ. അപ്പോൾ സീമോളിൻ്റെ ഒക്കത്ത് കയറിയിട്ടുണ്ട്. ഞാൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവളിൻ്റെ ഒക്കത്തുനിന്ന് ഇറങ്ങാൻ കുറച്ച് പണിയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇറക്കാൻ നോക്കുകയാണ് ഞാനും ആര്യനും കൂടിയിട്ട്. അല്ലെങ്കിൽ പിന്നെ എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. സീമോൾക്ക് കളിക്കാനുള്ളതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ വന്നിട്ട് വേഗം ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് വിട്ടാൽ എന്നിട്ടെങ്കിൽ കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ചോറിനണം. ആര്യനും ചോറ് കൊടുത്തിട്ടില്ല. സീമോൾക്ക് ഞാൻ ഇതിൻ്റെ ഇടയിൽ ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പണി കഴിഞ്ഞ്. ഇന്നാണെങ്കിൽ രാത്രി ചോറ് കുറവേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് 2 പേർക്കും ചോറ് കൊടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ എനിക്ക് മാഗി ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണ്. മാഗി ഞാനിതിങ്ങനെ ചീസൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാനിത് യൂട്യൂബിൽ കണ്ടതാണ്. അപ്പോൾ അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ട്രൈ ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതാ സീമോൾക്കും ഞാനൊരു സ്പൂണൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് വെച്ചെങ്കിൽ അവളും വരും. ഇതൊക്കെ നല്ല ആവശ്യമാണ് കഴിക്കാൻ. അവളുടെ ഫുഡ് കൊടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ അവൾക്ക് അത്ര താല്പര്യമൊന്നുമില്ല കഴിക്കാൻ. ഇങ്ങനത്തെയൊക്കെ നന്നായിട്ട് കഴിക്കാൻ ഇഷ്ടമാണ്. ഞാൻ ഇതുണ്ടാക്കി കഴിക്കുന്നത് കണ്ടപ്പോഴേക്കും ഇത് ആര്യനും വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആര്യനും സീമോൾക്കും എല്ലാവർക്കും കൊടുത്തിട്ട് ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് ഇരുന്ന് കഴിക്കുന്നത്. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുന്നേ ഞാൻ റൈസ് കഴുകിയിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തിളച്ചപ്പോൾ ഞാൻ തെർമലിലേക്ക് ഇറക്കി വെക്കുകയാണ്. ഇതിപ്പോൾ ഇനിയിപ്പോൾ നാളെ കാലത്തെടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് ഊറ്റി വെച്ചാൽ മതി. പിന്നെ കാലത്ത് മുതിരപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുതിര കുതിർക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അങ്ങനെ എല്ലാം എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്ത് വെക്കാറ്.